അങ്ങനെ ആവേശം കണ്ടു മക്കളെ. എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന ആവേശത്തിന് ഒരുപാട് റിവ്യൂ വന്നിട്ടുണ്ടെന്നറിയാം. ഫഹദ് ഫാസിൽ, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. നമ്മളൊക്കെ കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ ഫാസിലിച്ച സംവിധാനം ചെയ്ത ആ ഒരു സിനിമയിൽ സ്വന്തം മകനെ വെച്ചിട്ട് ഒരു പുതുമുഖ നടന്ന രീതിയിൽ നമുക്ക് ഫഹദിനെ അന്ന് നമ്മൾ കണ്ട്. പക്ഷെ അന്നത്തെ ആ സിനിമ പാട്ട് കൊണ്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, അന്നത്തെ ന്യൂ ജനറേഷൻസ് ആയിട്ടുള്ള പിള്ളേർ. കാരണം അതൊരു പ്രണയം അല്ലെങ്കിൽ ഒരു ലവ് മൊമെൻറ്റ്സ് മൂവി ആയതുകൊണ്ട് എല്ലാവരും കണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നികിത ഒക്കെ നായികയായിട്ടുള്ള ഒരു സിനിമ. ആ ഫഹദിൽ നിന്നും ആവേശത്തിലെ ഫഹദിലേക്ക്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ട നമ്മളെ മഹേഷിൻ്റെ പ്രതികാരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോജി ആയിക്കോട്ടെ, കുമ്പളങ്ങി നൈറ്റ്സ് ആയിക്കോട്ടെ, അദ്ദേഹം ഒരുപാട് കഥ അല്ലേ, നമ്മൾ ചാപ്പാക്കുരിശ് മുതൽ അദ്ദേഹം കുറേ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആവേശം പോലെ ഒരു സിനിമ ഇനി നമുക്ക് കാണാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. റിവ്യൂ എന്ന് പറയാനൊന്നുമില്ല, കാരണം ഒരുപാട് ആൾക്കാർ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വൈകി കാണുന്നൊരു പ്രേക്ഷകനാണ് സിനിമ. റിലീസിൻ്റെ അന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കും തിരക്കിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് എൻ്റെ റിവ്യൂ ഒക്കെ വൈകി വരുന്നത്. അപ്പോൾ ആവേശം ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നാദുവിൻ്റെ കൂടെയാണ് പോയിട്ട് കണ്ടത്. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയ ഒരു സിനിമയാണ്, ആവേശമായിട്ട് കണ്ടൊരു സിനിമയാണ്. ഇങ്ങനൊരു മലയാള സിനിമ നമുക്ക് സമ്മാനിച്ച അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിരുന്നു. പുതുമുഖമായിട്ട് അഭിനയിച്ചു വന്ന മറ്റു 3 പ്രധാന കഥാപാത്രങ്ങൾ, വില്ലനായി അഭിനയിച്ച കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം, പിന്നെ നായികയില്ലാതെ നമ്മുടെ മലയാള സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നായികന്മാരുടെ അഭാവം കൊണ്ടല്ല, കാരണം നായികയില്ലാതെയും സിനിമകൾ വിജയിക്കുമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ പ്രധാനമായിട്ടും രംഗണ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കോസ്റ്റ്യൂം കൊണ്ടും ഓർണമെൻറ്റ്സ് കൊണ്ടും അഭിനയ പാഠവും കൊണ്ടും ലുക്ക് കൊണ്ടും കോസ്റ്റ്യൂം കൊണ്ടും ഡിറക്ഷൻ കൊണ്ടും ഡയലോഗ് കൊണ്ടും ഒക്കെ നമ്മൾ വിസ്മയിച്ച ഫഹദ് ഫാസിൽ, അദ്ദേഹത്തിന് ഇരിക്കട്ടെ ഒരു പൊൻതൂവൽ. ഒരുപാട് സന്തോഷം. ആവേശം എന്ന് പറയുന്ന ഒരു സിനിമ ജനങ്ങൾക്ക് സമ്മാനിച്ചതിന് അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിനും എല്ലാവർക്കും ഓളിനോൾ. പിന്നെ എടുത്തു പറയാൻ അതിലെ അമ്പാൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ക്യാരക്ടർ. കാരണം ഇത് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സിനിമ ഇറങ്ങുമ്പോൾ അറിയാം. കാരണം രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ്. അതിലുപരി ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ഒരുപാട് ഒരുമിച്ച് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ആ സിനിമയുടെ ഒരു ക്വാളിറ്റിയും ആ സിനിമയുടെ ഒരു തിരക്കഥയും കഥയും അതിൻ്റെ മേക്കിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ഇറങ്ങുന്നതിന് മുമ്പേ അത് ഹിറ്റാണെന്ന് ഉറപ്പിച്ച പ്രേക്ഷകരാണ് നമ്മളെല്ലാവരും. എന്ന് വെച്ചാൽ 75% പ്രേക്ഷകർ. അത് 100 കോടി ക്ലബിൽ കയറ്റി. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത നമ്മുടെ രോമാഞ്ചം, അല്ലെങ്കിൽ ആവേശ സിനിമയുടെ സംവിധായകൻ്റെ അടുത്തൊരു പടത്തിനായി. നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഫഹദ് ഫാസിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമയ്ക്കായി. ഓക്കെ, താങ്ക് യു ഓൾ. അടിപൊളി, ഒന്നും പറയാനില്ല. ആവേശത്തോടെ ഇനിയും കാണാത്തവർ കാണുക. ഓക്കെ, താങ്ക് യു.